ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രചാരണ സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് 10,000 മുതൽ 15,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പോളിംഗ് ശതമാനം നോക്കൂ, 70.51 എന്നുള്ളതാണ് അവസാനത്തെ കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ പ്രചാരണം നടന്നിട്ടും ഇത്രയും വാദപ്രതിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം, അത്ര ശക്തമായ മത്സരം നടന്നിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞത്? ഈ 10,000 മുതൽ 15,000 വരെ എന്ന അവകാശവാദം ഈ നിമിഷവും ഉണ്ടോ? സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 5 അക്കം കടക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഇവിടെ കണക്കുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 8 മണിക്കാണ് ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 25, 48, 12, 60 മണിക്കൂർ കൂടി കാത്തിരുന്നാൽ, 60 മണിക്കൂറുകളിൽ കൂടി കാത്തിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ആ 60 മണിക്കൂറിന് മുമ്പ് ആർക്ക് വേണമെങ്കിലും എന്ത് തരത്തിലുള്ള അവകാശവാദം വേണമെങ്കിലും മുന്നോട്ട് വയ്ക്കാം. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥത്തിലും താഴെത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് തന്നെ നടന്നെടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഡീലിമിറ്റേഷന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ റോഷിപ്പാലൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ റിപ്പോർട്ടർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ. BJP സംബന്ധിച്ച് എങ്ങനെയാണ് എ ക്ലാസ് ആകുന്നതെന്ന് എനിക്കറിയില്ല. 2ാം സ്ഥാനത്ത് വന്നാൽ എ ക്ലാസ് ആകുമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംസ്ഥാനത്ത് UDF-നും LDF-നും എല്ലാ സീറ്റുകളും എ ക്ലാസ്സായി മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ലല്ലോ എൻ്റെ വിഷയം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം, 3 തെരഞ്ഞെടുപ്പിലും കൃത്യമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീ ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും അത് പിടിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ പിന്നെ എങ്ങനെയാണ് BJPക്ക് ജയിക്കാനാവുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ശ്രീ ശ്രീധരൻ്റെ വ്യക്തിത്വത്തെ കുറച്ച് കാണുകയും എന്നാലിപ്പോൾ BJPയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 60 മണിക്കൂർ കഴിയുമ്പോൾ ബോധ്യപ്പെടും. ഇവിടെ വസ്തുതകൾ വളരെ കൃത്യമാണ്. ഇവിടെ എല്ലാ അർത്ഥത്തിലും BJPയും CPM-ഉം ഒത്തുചേർന്ന് നിന്നിട്ട് പോലും ഇത്തവണ BJPക്കും CPM-നും ജയിക്കാൻ കഴിയില്ല. ഇവിടെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 1.5% വോട്ട് ഷെയർ കൂടിയെന്നിരിക്കട്ടെ, ഈ 1.5%വും നിങ്ങൾ BJPക്ക് കൊടുത്തുള്ളൂ. എത്ര വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്? 1% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1,400, 1,500 വോട്ടാണ്. അപ്പോൾ 1.5% വോട്ട് ഷെയർ എന്ന് പറയുമ്പോൾ പിന്നെ 2,000 വോട്ടോളം വരട്ടെ. പിരായിരിയിലൊക്കെ, പിരാരി പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന നേരിയ ചില വ്യത്യാസങ്ങൾ, അത് 1%, പിരാരി നിങ്ങളെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 6,000 വോട്ടിലേറെ ഭൂരിപക്ഷത്തിൽ നിങ്ങളെ സഹായിച്ച സ്ഥലങ്ങളാണ്. 2021 അത് 77.79% പോളിംഗെങ്കിൽ ഇപ്പോൾ നോക്കൂ അത് 69.78% പിരാരിയിൽ വന്നിരിക്കുന്ന ഈ കുറവിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? യഥാർത്ഥത്തിൽ പിരാരിയാണ് നിങ്ങളെ രക്ഷിച്ചിരുന്നത്, അവിടെ ഇപ്പോൾ കുറയുന്നത്. പിരാരി കുറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ. പിരാരി ഫൈനലായിട്ടുള്ള നമ്മുടെ വോട്ട് ഷെയർ വരട്ടെ, അല്ലെങ്കിൽ പോളിംഗ് ശതമാനം വരട്ടെ. ഇപ്പോൾ നമ്മൾ വീടുകളിൽ പോയി ജയിച്ച ഒരു 0.5% വോട്ടുകളുടെ കണക്ക് കൂടി വരാനുണ്ട്, ഉൾപ്പെടെ ഒരുപാട് വോട്ടുകൾ കണക്കൂട്ടി വരാനുണ്ട്. ഫൈനൽ വരട്ടെ. ഫൈനൽ വരുമ്പോഴും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളുടെ വോട്ടുകൾ പിരാരി പഞ്ചായത്തിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അവിടെ LDF-നെ സംബന്ധിച്ച് ഇത്തരത്തിൽ അവസരവാദപരമായ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ, പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൻ്റെ പേരിൽ CPM-ന് കുറച്ച് വോട്ടുണ്ടല്ലോ ഈ പിരാരിയിലും കണ്ണാടിയിലും മാത്തൂരിലും ഒക്കെ. ആ വോട്ടുകളാണ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയർ ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. 2011 35% വോട്ടുണ്ടായിരുന്നത് പതിയെ 2021 ആയപ്പോഴത്തേക്കും 25% വോട്ടിലേക്ക് എത്തി. അതായത് 10.22, കൃത്യമായി പറഞ്ഞാൽ 10.22% വോട്ടിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം 25% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 20-നോട് അടുത്ത് നിൽക്കും. 20 എൻ്റെ കണക്കൂട്ടലാണെങ്കിൽ 20-നും 22-നും ഇടയ്ക്ക് ആ പോൾ പെർസെൻറ്റേജ് ടോട്ടൽ ഷെയറിൻ്റെ 20-നും 22% ഇടയ്ക്കായി മാത്രമായി CPM-ൻ്റെ ചുരുങ്ങും. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ജയിക്കാൻ കഴിയും. CPM-ൻ്റെ വോട്ടുകൾ ഇപ്പോൾ പലതും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കണക്കൂട്ടലിൽ ഞങ്ങൾ ചെയ്യിക്കേണ്ട വോട്ടുകൾ ഞങ്ങൾ കൃത്യമായി ചെയ്യിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.